അനർട്ട് സോളാർ സ്കാം അഴിമതിയുടെ ഞെട്ടിക്കുന്ന കഥകൾ വെളിപ്പെടുത്തുമെന്ന ചെന്നിത്തല. സർക്കാരിനെതിരെ വിമർശനവുമായി സതീശനും. അനർട്ട് വഴി വൈദ്യുതി വകുപ്പ് നടത്തുന്ന അഴിമതി കഥകൾ ശരാശരി മലയാളിയെ ഞെട്ടിക്കുന്നതാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. PM കുസും പദ്ധതി ഒരു ഐസ്ബർഗിന്റെ മുകൾ ഭാഗം മാത്രമാണെന്നും അതിവ്യാപകമായ അഴിമതി അതിന് താഴേക്ക് പരന്ന് ക്യാൻസർ പോലെ വ്യാപിച്ചു കിടക്കുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു. അനർട്ട് സോളാർ സ്കാമുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും ചെന്നിത്തല ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. അതേസമയം നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും അനർട്ട് വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു. അഴിമതിക്ക് വേണ്ടി സോളാർ പ്ലാന്റുകൾ ഇല്ലാതാക്കരുതെന്നും ചട്ടഭേദഗതി പിൻവലിക്കാൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനും സർക്കാരും തയ്യാറാകണമെന്നും സതീശൻ വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. CPM ഭരിക്കുന്ന കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ നടക്കുന്നത് കരുവന്നൂർ മോഡൽ തട്ടിപ്പെന്ന് BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് K നിഷാദ്. കഴിഞ്ഞ ഒറ്റ മാസത്തിനകത്ത് ബാങ്കിൽ നിന്ന് 10 കോടി രൂപ പിൻവലിച്ചത് അന്വേഷിച്ചാൽ തട്ടിപ്പ് വ്യക്തമാകുമെന്നും അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കൈമാറുമെന്നും K നിഷാദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് CPM ഭരിക്കുന്ന കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ നടക്കുന്നത് കരുവന്നൂർ മോഡൽ തട്ടിപ്പെന്ന് BJP വ്യക്തമാക്കിയതോടെ ആ വഴിക്കും CPMന് ചോദ്യങ്ങൾ. CPM ഭരിക്കുന്ന സഹകരണ ബാങ്കിനെതിരെ CPMലെ ഒരു വിഭാഗം തന്നെ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. വായ്പാ തിരിച്ചടവിലും ഉദ്യോഗസ്ഥ നിയമനത്തിലും ക്രമക്കേട് നടന്നുവെന്നാണ് ആക്ഷേപം. അദാലത്തിലല്ലാതെ തന്നെ വായ്പാ തിരിച്ചടവ് സെറ്റിൽമെന്റ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് സാമ്പത്തിക നേട്ടം വച്ചുകൊണ്ടാണ്. വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചിലർ ബാങ്കിൽ ജോലി തേടിയിരിക്കുന്നത്. നിയമനത്തിനാവശ്യമായ യോഗ്യതയില്ലാത്തവരെ പോലും അടുത്ത കാലത്ത് നിയമിച്ചു. കണക്കിൽപ്പെടാത്ത പണം കൈകാര്യം ചെയ്യുന്നതിനായി ബാങ്കിൽ പ്രത്യേക ലെഡ്ജറാണ് കൈകാര്യം ചെയ്യുന്നത്. സോഴ്സ് വെളിപ്പെടുത്താൻ കഴിയാത്ത ബാങ്കിലെ പണം ഉപയോഗിച്ച് ബാങ്കിലെ ചില ഉദ്യോഗസ്ഥർ പലിശയ്ക്ക് പണം നൽകുന്നുണ്ടെന്നും ആരോപണമുണ്ട്. തൃശൂർ സഹകരണ വിജിലൻസ് സംഘവും ശ്രീകൃഷ്ണപുരം പോലീസും നേരത്തെ ലഭിച്ച പരാതികൾ അന്വേഷിച്ചെങ്കിലും നടപടി സ്വീകരിച്ചില്ല. ക്രമക്കേട് വ്യാപകമായതിനെ തുടർന്നാണ് സഹകരണ ഉദ്യോഗ മേഖലകളിൽ പരാതി നൽകിയിരിക്കുന്നതെന്നും നിഷാദ് പറഞ്ഞു.